ഹലോ, ഈ ഡോഗിനെ നിങ്ങൾക്ക് പരിചയമുണ്ടോ? എൻ്റെ ഒട്ടുമിക്ക ബ്ലോഗിലും ഉണ്ടാവലുണ്ട് കേട്ടോ, ആൾ ചെറുങ്ങനായിട്ടൊക്കെ. അപ്പോൾ 10-25 ദിവസമായല്ലോ അതിൽ കുടുങ്ങിയിട്ട്. അപ്പോൾ ഞാനൊരാളെ ഇന്നലെ ഒന്ന് വിളിച്ചു നോക്കി. അപ്പോൾ ആ ആളിനെ അങ്ങോട്ട് തിരിച്ച്, ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല കോള് വരുമെന്നൊന്നും. അപ്പോൾ ആ ആളിങ്ങോട്ട് തിരിച്ച് വിളിച്ചു. ഹലോ ഹലോ, ആ ഇത് വിജിത്ത് അവിടെ ഒരു ഡോഗിന്റെ കഴുത്തിലേ പറഞ്ഞിരുന്നോ കംപ്ലൈന്റ്? പറഞ്ഞിരുന്നു. അത് ഉണ്ടോ ഇന്ന് അവിടെ എവിടെയെങ്കിലും? അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. ആയിക്കോട്ടെ, എന്നാ വരാട്ടോ. ആയിക്കോട്ടെ, ശരി. ഒരുപാട് ആൾക്കാരെ ഞാൻ വിളിച്ചു നോക്കിയതാണ്. പക്ഷെ എല്ലാവരും ചിലവരൊക്കെ കഴിയും, ഇനി ചിലവരൊക്കെ നോക്കാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വെക്കും. പിന്നെ യാതൊരു വിവരം ഉണ്ടാവില്ല. അപ്പോൾ ഇന്നലെ ഒരാളെ വിളിച്ചപ്പോൾ ആള് നോക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ആക്കണ്ടോ. അപ്പോൾ വിളിച്ചു നോക്കുന്നുണ്ട്, എവിടെയാണ് ഇതൊക്കെ ഞാൻ സ്ഥലമൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആൾക്ക്. അപ്പോൾ അവര് വലിയ വണ്ടിയും ഇതിൻ്റെ പിടുത്തക്കാരാണെന്ന് തോന്നുന്നു, അതിനെ പിടിക്കുന്ന ആൾക്കാരൊക്കെ ആണെന്ന് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ വണ്ടി ആൾക്കാരൊക്കെ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഞാൻ സ്ഥലമൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. ഞാൻ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചല്ല, പക്ഷേ എനിക്ക് എന്തായാലും എൻ്റെ വ്ലോഗിലൊക്കെ ഉണ്ടാവുന്നതാണല്ലോ എല്ലാവരും. അപ്പോൾ എന്നോട് എന്നെ പേഴ്സണലായിട്ടൊക്കെ ചോദിക്കലുണ്ട്, എന്താണ് അതിൻ്റെ എടുത്തോ അങ്ങനെയൊക്കെ ചോദിക്കലുണ്ട്, തമാശ ആണെങ്കിലും കാര്യമായാലും. അപ്പോൾ നിങ്ങൾക്കും കൂടി ഇത് ഒന്ന് പങ്ക് വെക്കാൻ വിചാരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ അവർ വന്നിക്കണ്, ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ ഒരു ഇങ്ങനെ നായിനെ പിടിക്കുന്നതും അതൊക്കെ ഊരുന്നതൊക്കെ കാണുന്നത്. എങ്ങനെയാണെന്നൊന്നും അറിയില്ല. പക്ഷേ ഇവർക്കിത് സിമ്പിൾ പരിപാടിയാണെന്നുള്ളത് അറിയില്ലായിരുന്നു. ഇവരൊരു നമ്പർ അറിയില്ല, ഇവർ നേരിട്ട് കോണ്ടാക്ട് ചെയ്യാനുള്ള ഒന്നുമില്ലായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും ദിവസം നീണ്ടുപോയത്. പിന്നെ ഇതാ ഈ സൈഡിൽ ആൾ ആവശ്യമായിട്ട് കിടക്കുന്നുണ്ട്. ഇപ്പോൾ എല്ലാ ഭാഗത്തും പോയിട്ട് മൂലക്കൽ എവിടെയെങ്കിലും പോയിരിക്കില്ല. ആദ്യമൊക്കെ നമ്മൾ പിടിക്കാനൊക്കെ ഇങ്ങനെ ആൾ വന്നിരുന്നു. അപ്പോൾ ഓരോ കുതറി ഓടലായിരുന്നു ആൾ. ഇപ്പം എല്ലാം അവിടെ എവിടെയൊക്കെ ഇരിക്കുന്നുണ്ട്. പക്ഷേ ഇവർക്ക് അതൊന്നും പ്രശ്നമില്ല എന്നൊന്നും, ഈ പിടിക്കാൻ വരുന്ന ആൾക്കാർക്ക് അവർക്കത് സിമ്പിളായിട്ട് അവർ കൈകാര്യം ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെയാണ്. അത് നിങ്ങൾക്കും കൂടി ഒന്ന് പങ്ക് വെക്കാൻ വിചാരിച്ചിട്ടാട്ടോ വീഡിയോ ഒക്കെ എടുത്തത്, വേറെ ഒന്നും കൊണ്ടൊന്നല്ല. അപ്പോൾ ഇത് അവരിങ്ങനെ പതുങ്ങി നോക്കുന്നുണ്ട്. അപ്പം വേറെ നായ്ക്കളൊക്കെ ഉണ്ടായിരുന്നു, ഇവരെ പിടിക്കാൻ വേണ്ടി വന്നതാണ് വിചാരിച്ചിട്ട് ഓടിക്കളയാണ്. അപ്പം ഇവരിതാ അവിടെ പിടിച്ച് സിമ്പിളായിട്ട് ഇവർ പിടിച്ചിരിക്കണ അതിനെ. അത് കുതറി ഓടാൻ നിൽക്കുന്നൊക്കെ ഉണ്ട് അതിൻ്റെ ശക്തിയിൽ. പക്ഷേ 25 ദിവസത്തിന് കൂടിക്കണം തോന്നുന്നു എനിക്ക്. അപ്പോൾ അത്രയും ദിവസം വെള്ളം ഭക്ഷണം ഒന്നും ഇല്ലാതെ ഇങ്ങനെ നിൽക്കാമെന്ന് പറയുന്നത് തന്നെ വലിയൊരു കിട്ടൽ തന്നെ. അപ്പോൾ അത്രയും ദിവസങ്ങളൊക്കെ അത് ജീവിക്കും എന്നുള്ള ഉറപ്പായി നായ്ക്കൾക്ക്. അപ്പോൾ അങ്ങനെ ഒരു ശക്തി ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ മറ്റാൾ എന്തിനോ ഒന്ന് പോയിക്കണം കേട്ടോ. ഇത് ഇതിൻ്റെ ഉള്ളിലുണ്ട്, അതാ വലൻ്റെ ഉള്ളിൽ നിന്ന് അവരെന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. നമ്മളെ പാമ്പിനൊക്കെ പിടിക്കുന്ന ഒരു സ്റ്റിക്കൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ ഒക്കെ വെച്ചിട്ട് എന്തൊക്കെയോ ചെയ്യാണ്. ഇതാ ഞാൻ ആദ്യമായിട്ടാണ് എന്തായാലും ഇത് കാണുന്നത്. അപ്പം നിങ്ങളും കണ്ടോട്ടെ എന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ എൻ്റെ വ്ലോഗ് കണ്ടവരൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് ജീവനും കൊണ്ട് ഓടാണ്. അതോ അതിന് എന്തോ ഒരു സ്വർഗം കിട്ടിയ കാര്യം ഉണ്ടാവും. അപ്പോൾ അവിടെ നിന്ന് നോക്കാം എന്താ ഇപ്പോൾ സംഭവിച്ചതെന്നുള്ളത്. ഇങ്ങനെ നോക്കി കുറച്ചേരം നോക്കി നിൽക്കുന്നുണ്ട്. പിന്നെ ആൾ വന്നിട്ട് നോക്കിയാൽ കുറച്ചൊക്കെ ടൈമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുപ്പി നിന്ന സ്ഥലത്തൊക്കെ വന്ന് നോക്കുകയാണ് എന്താ സംഭവിച്ചതെന്നൊക്കെ ഉള്ള നോക്കി നിൽക്കുന്നുണ്ട്. ഇനിയിട്ട് അത് ഇട്ടിട്ടുണ്ട്, അതിൽ കുടുങ്ങൽ തന്നെ ഉണ്ടാവുള്ളൂ, ഇനി എടുക്കാനൊന്നും ആരും വരുത്തുണ്ടാവില്ല. അപ്പോൾ അത് ചതുങ്ങിക്ക് കേട്ടോ കുപ്പിയൊക്കെ. ഒരാൾ സ്ഥലമൊക്കെ ഒന്ന് വന്ന് നോക്കാം, അവിടെ നിന്ന് എന്തൊക്കെ സംഭവിച്ചിക്കണല്ലോ എന്നെ നോക്കുന്നുണ്ട് കേട്ടോ, മുകളിലേക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട് ആൾ. അപ്പോൾ ഞാനിതാ അവിടെ ഫുഡൊക്കെ കൊടുത്തിക്കണ്. അപ്പോൾ അത് നല്ലോണം വാലാട്ടിയിട്ടൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പോൾ എന്തോ ഒരു നല്ല സ്നേഹമുള്ള നന്ദി കാട്ടുന്ന ഒരു വർഗ്ഗമുണ്ടെങ്കിൽ നായിരുന്നുള്ളൂ, സത്യം കേട്ടോ. അങ്ങനെ എനിക്ക് ഭയങ്കര സന്തോഷമായി, നല്ല ഹാപ്പി ആയിട്ടോ. ഒരു ജീവൻ രക്ഷിക്കാൻ ഞാനും കൂടി നിമിത്തമായല്ലോ എന്നുള്ളൊരിത്. അങ്ങനെ തൊട്ടടുത്തൊരു വലിയമ്മ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ വലിയമ്മനോട് ചിരിക്കും, വലിയമ്മ സന്തോഷമായില്ലേ എന്നൊക്കെ പറഞ്ഞപ്പോൾ വലിയമ്മീൻ്റെ കൂടെ അങ്ങനെ ഇരുന്ന് ചിരിച്ച് സന്തോഷിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും ബൈ ബൈ.